ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ജൂൺ 5. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ആൻസർ ഏഴിമല. ക്വസ്റ്റ്യൻ നമ്പർ 3, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ആൻസർ വയനാട്. ക്വസ്റ്റ്യൻ നമ്പർ 4, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ മണ്ണൂത്തി, തൃശ്ശൂർ. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ആൻസർ MS സ്വാമിനാഥൻ. നമ്പർ 6, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ്? ആൻസർ മേധ പട്കർ. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ പ്രൊഫസർ R മിശ്ര. ക്വസ്റ്റ്യൻ നമ്പർ 8, കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ജോൺ C ജേക്കബ്. ക്വസ്റ്റ്യൻ നമ്പർ 9, കേരളത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ല? ആൻസർ ഇടുക്കി. ക്വസ്റ്റ്യൻ നമ്പർ 10, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ആൻസർ മധ്യപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 11, കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ പ്രൊഫസർ ജോൺ C ജേക്കബ്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്? ആൻസർ നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നമ്പർ 13, നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര്? ആൻസർ റേച്ചർ കഴ്സൺ. ക്വസ്റ്റ്യൻ നമ്പർ 14, ലോക പരിസ്ഥിതി ദിനാചരണത്തിന് നേതൃത്വം നൽകുന്ന സംഘടന? ആൻസർ UNEP. ക്വസ്റ്റ്യൻ നമ്പർ 15, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല? ആൻസർ ഇടുക്കി. ക്വസ്റ്റ്യൻ നമ്പർ 16, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്? ആൻസർ നെയ്യാർ. ക്വസ്റ്റ്യൻ നമ്പർ 17, കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം? ആൻസർ ചൂലന്നൂർ. ക്വസ്റ്റ്യൻ നമ്പർ 18, UNEPയുടെ ആസ്ഥാനം? ആൻസർ നെയ്റോബി. ക്വസ്റ്റ്യൻ നമ്പർ 19, ഏറ്റവും വേഗം വളരുന്ന സസ്യം? ആൻസർ മുള. ക്വസ്റ്റ്യൻ നമ്പർ 20, ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ്? ആൻസർ റേച്ചർ കഴ്സൺ. ക്വസ്റ്റ്യൻ നമ്പർ 21, പെൺകുട്ടികൾ ജനിക്കുമ്പോൾ 111 വൃക്ഷത്തൈകൾ നടുന്ന രാജസ്ഥാനിലെ ഗ്രാമം ഏതാണ്? ആൻസർ പിപ്ലാൻട്രി. ക്വസ്റ്റ്യൻ നമ്പർ 22, 2025 ലോക പരിസ്ഥിതി ആചരണത്തിന് വേദിയായത്? ആൻസർ ദക്ഷിണ കൊറിയ. ക്വസ്റ്റ്യൻ നമ്പർ 23, കല്ലേൻ പൊക്കുടൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. ക്വസ്റ്റ്യൻ നമ്പർ 24, ഒരു കുരുവിയുടെ പതനം ആരുടെ ബുക്ക്? ആൻസർ സലീം അലി. ക്വസ്റ്റ്യൻ നമ്പർ 25, പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം? ആൻസർ ഇക്കോളജി. ക്വസ്റ്റ്യൻ നമ്പർ 26, 2026 ജനുവരി 7 അന്തരിച്ച പ്രശസ്തനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ? ആൻസർ മാധവ് ഗാഡ്ഗിൽ. ക്വസ്റ്റ്യൻ നമ്പർ 27, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ആൻസർ പഞ്ചാബ്. ക്വസ്റ്റ്യൻ നമ്പർ 28, കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ആൻസർ വേപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 29, പ്രൊജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം? ആൻസർ 1992.
ക്വസ്റ്റ്യൻ നമ്പർ 30. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം. ആൻസർ പശ്ചിമ ബംഗാൾ. ക്വസ്റ്റ്യൻ നമ്പർ 31. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല. ആൻസർ കാസർഗോഡ്. ക്വസ്റ്റ്യൻ നമ്പർ 32. കളിമണ്ണിൽ സമൃദ്ധമായ ലോഹം. ആൻസർ അലൂമിനിയം. ക്വസ്റ്റ്യൻ നമ്പർ 33. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര്? ആൻസർ മസനോബു ഫുക്കുവോക്ക. ക്വസ്റ്റ്യൻ നമ്പർ 34. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാര്? ആൻസർ KM മുൻഷി. ക്വസ്റ്റ്യൻ നമ്പർ 35. മരതകത്തിൻ്റെ നിറം. ആൻസർ പച്ച. ക്വസ്റ്റ്യൻ നമ്പർ 36. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി. ആൻസർ മലമുഴക്കി വേഴാമ്പൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ആൻസർ ആന. ക്വസ്റ്റ്യൻ നമ്പർ 38. ലോക ഭൗമദിനം. ആൻസർ ഏപ്രിൽ 22. ക്വസ്റ്റ്യൻ നമ്പർ 39. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം. ആൻസർ 1966. ക്വസ്റ്റ്യൻ നമ്പർ 40. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം. ആൻസർ ഇടുക്കി വട്ടവട. ക്വസ്റ്റ്യൻ നമ്പർ 41. ഓസോൺ പാളിയിൽ വിള്ളൽ വരാൻ കാരണമായ പ്രധാന രാസവസ്തു. ആൻസർ CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്വസ്റ്റ്യൻ നമ്പർ 42. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ്. ആൻസർ യൂജിൻ P. ഓഡ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ദേശീയ ഉദ്യാനം. ആൻസർ കുറിഞ്ഞിമല. ക്വസ്റ്റ്യൻ നമ്പർ 44. ഇന്ത്യയിലെ ആദ്യ ജൈവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 45. ലോക വനദിനം. ആൻസർ മാർച്ച് 21. ക്വസ്റ്റ്യൻ നമ്പർ 46. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം. ആൻസർ 5. നമ്പർ 47. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏത്? ആൻസർ പ്രാവ്. ക്വസ്റ്റ്യൻ നമ്പർ 48. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം. ആൻസർ കരിങ്കല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 49. താജ്മഹൽ നിറം മങ്ങാൻ കാരണമായ വാതകം. ആൻസർ സൾഫർ ഡൈ ഓക്സൈഡ്. നമ്പർ 50. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കൊൽക്കത്ത. ഹലോ, ഇത് നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.